നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ തങ്കച്ചി, വെറുതെ വിളിച്ചതാ, വിശേഷം അറിയാൻ. നീ നിന്റെ പ്രതികാരമൊക്കെ അവസാനിപ്പിച്ചോ? പ്രതികാരം അവസാനിപ്പിച്ചിട്ടില്ല, പക്ഷെ വഴക്ക് അവസാനിപ്പിച്ചു. എന്നിട്ടെന്താ, ആർക്കും അത് വേണ്ട. ആ പ്രേമെന്ന് പറയുന്നവളൊക്കെ എന്നെ പറയുന്ന ചീത്ത തങ്കച്ചി വന്നെന്ന് കേൾക്കണം. ഇപ്പോഴാ എന്റെ പിടി പോകുന്നെന്ന് പറയാൻ പറ്റില്ല. പോയാ അതവരുടെയൊക്കെ അവസാനമായിരിക്കും. മോളെ, നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഗുണം എന്താണെന്നറിയോ? അത് ക്ഷമയാണ്. 22 കൊല്ലം, 1 2 കൊല്ലല്ല, 22 കൊല്ലം കാത്തിരുന്നവളാ ഞാൻ. എന്നിട്ടാ ഞാൻ എൻ്റെ ശത്രുക്കൾക്കെതിരെ പടയ്ക്കൊരുങ്ങിയത്. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും നീ മറുത്തൊന്നും പറയാൻ പോകരുത്. നമുക്ക് നമ്മുടെ ആവശ്യം കാണണം, അല്ലാതെ അവരുമായിട്ട് തായം കളിക്കുകയല്ല വേണ്ടത്. എനിക്കറിയാഞ്ഞിട്ടല്ല തങ്കച്ചി, എന്നാലും ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. എന്തു പറഞ്ഞാലും ചീത്തേ. ഞാൻ എന്താ ചെയ്യാന്ന് പറ. വെയിറ്റ്, കാത്തിരിക്കെ, എല്ലാം ശരിയാവും. ജീവിതം ഒരു പളുങ്ക് പാത്രമാ മോളെ, എറിഞ്ഞുടയ്ക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും. പക്ഷേ അതുപോലൊരെണ്ണം ഉണ്ടാക്കാൻ ഇച്ചിരി പാടാ. അതുകൊണ്ട് ദേഷ്യമൊക്കെ മാറ്റി വെച്ച് സോഫ്റ്റായിട്ടിരിക്കും. എത്ര കണ്ട് ക്ഷമിക്കുന്നോ അത്ര കണ്ട് വിജയത്തിന്റെ മാധുര്യം കൂടും. ഞാൻ എൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് പഠിച്ച പാഠമാ അത്. അതുകൊണ്ട് എടുത്തു ചാടരുത്. ഇനി ചാടിയാ നീ പുറത്താ. അതുണ്ടാവാൻ പാടില്ല. നമുക്ക് ദേവികയെ തോൽപ്പിക്കണ്ടേ, സിദ്ധുവിനെ തോൽപ്പിക്കണ്ടേ? അതൊക്കെ നടക്കണമെങ്കിൽ നീ അവിടെ തന്നെ വേണം. കേട്ടല്ലോ? ഇപ്പൊ വച്ചോ, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. ഓക്കെ. പോരായിരുന്നോ? എന്തിനാ വന്നത്? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല. അതെന്താ അത്ര സീരിയസ് ആയ ഒരു കാര്യം? എന്തായാലും വന്നറിയിച്ചത് നന്നായി. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോവാം. വീട്ടിൽ വെച്ച് എന്തായാലും ചർച്ച വേണ്ട. ആ ബസ് സ്റ്റോപ്പിനടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ട്, അവിടെ നിന്നാ മതി. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ശരി. എന്നാ നേരം കളയണ്ട, പൊയ്ക്കോ. ആരാ മോളെ അത്? അതോ, അതെന്റെ ഒരു ബന്ധു അച്ഛാ. ഓ, എന്റെ വിശേഷം അറിയാൻ വേണ്ടി വന്നതാ. എന്തിനാ അയാളെ അവിടെ തന്നെ നിർത്തി സംസാരിച്ചത്? അകത്തേക്ക് വിളിക്കായിരുന്നില്ലേ?
ആദ്യമായിട്ട് ഇവിടം വരെ വന്നിട്ടൊരു ചായ പോലും കൊടുക്കാതെ പറഞ്ഞു വിട്ടത് വളരെ മോശമായി പോയി. ബന്ധു എന്ത് വിചാരിച്ചു കാണും? പേടിച്ചിട്ടാ ഞാൻ അകത്തേക്ക് വിളിക്കാതിരുന്നത്. ഇവിടെ ആർക്കും എന്നോടൊരു താല്പര്യമില്ലല്ലോ. എന്നോട് പെരുമാറുന്നത് പോലെ എന്റെ ബന്ധുവിനോട് പെരുമാറിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്റെ സങ്കടം ഞാൻ മാത്രം അറിഞ്ഞ പോരെ. വെറുതെ എന്തിനാ എന്റെ വീട്ടുകാരെയും കൂടി അറിയിക്കുന്ന? ഓ, അതുകൊണ്ടാണോ മോൾ അയാളെ ഇങ്ങോട്ട് വിളിക്കാത്തത്? ഞങ്ങൾ അത്ര മോശക്കാരല്ല മോളെ. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് തങ്കച്ചി വന്നപ്പോ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ കണ്ടതാ. അന്നത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പോ. അന്ന് മോള് ഞങ്ങളോട് യുദ്ധത്തിലായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് എനിക്കിവിടെ നല്ല സുഖാണെന്ന്. എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ. അതാരുടെ കുറ്റം കൊണ്ടാ? എല്ലാം വരുത്തി വെച്ചത് മോള് തന്നെയല്ലേ? എല്ലാം മാറിയല്ലോ അച്ഛാ. ഞങ്ങളും മാറും. അതിന് കുറച്ച് കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. ഇത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. എനിക്ക് എന്റെ സിദ്ധോടിനെ കിട്ടിയാൽ മാത്രം മതി. നശിപ്പിക്കാൻ എളുപ്പമാ മോളെ, കെട്ടി ഉയർത്താനാ പാട്. നിനക്കത് മനസ്സിലായപ്പോ വൈകിപ്പോയി. നീ പ്രാർത്ഥിക്കേ, അതല്ലാതെ മറ്റൊരു മാർഗവും ഞാനിപ്പോ കാണുന്നില്ല. അച്ഛാ, എന്റെ ബന്ധു വന്ന വിവരം തൽക്കാലം സിദ്ധോടിനോട് പറയണ്ട. എനിക്ക് വയ്യ അതിന്റെ പേരിൽ ഇനി വഴക്ക് കേൾക്കാൻ. മരുമോൾ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അവളെ ബന്ധുവാ വന്നത്. നമ്മളെ പേടിച്ചിട്ട് അയാളെ അവൾ അകത്തോട്ട് വിളിച്ചില്ല. അവള് പറയുന്നത് അച്ഛൻ വിശ്വസിച്ചോ? മുഴുവൻ നുണയാച്ച അവള് പറയുന്നത്. അതെന്താ അമൃതൻ അങ്ങനെ പറഞ്ഞത്? അപ്പോ അവളെ ബന്ധുവല്ലേ വന്നത്? ബന്ധു? ഈ ബന്ധുവിനെ ഒന്നും ഇതിനു മുമ്പ് നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. കല്യാണത്തിനും ആരും ഉണ്ടായിരുന്നില്ല. ഇത് ബന്ധുവൊന്നുമല്ല, വേറെ ആരോ. ആണോ? എനിക്ക് മനസ്സിലായില്ല. അവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അച്ഛനറിയാലോ, ഒരിക്കലും അവളെ വിശ്വസിച്ചിന് നമുക്ക് കിട്ടിയ പണി. അതുകൊണ്ടൊന്നും പഠിച്ചില്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് സർവനാശമായിരിക്കും. അമൃതൻ വെറുതെ പേടിപ്പിക്കാതെ. പേടിക്കണോ അച്ഛാ? അവളെ ശരിക്കും പേടിക്കണം. അപകടകാരി അച്ഛാ അവള്. അവളിപ്പോ പുതിയതെന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്ത്? അത് അവക്കല്ലേ അറിയൂ. അത് നടപ്പിലാക്കാൻ വേണ്ടിയാ അവളിപ്പോ സ്നേഹം അഭിനയിച്ച് പറ്റിക്കൂടിയിരിക്കുന്നത്. ഇവളിങ്ങനെ തുടങ്ങിയാൽ ഈ വീട് എവിടെ ചെന്ന് നിൽക്കും? സിദ്ധുവിന്റെ ഭാവി എന്തായിത്തീരും? അതൊക്കെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാച്ചാ. ഇനി അങ്ങോട്ട് നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ചു വേണം. ബന്ധു അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും അത്? അത് നമുക്ക് കണ്ടുപിടിക്കാം.